നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ മാസം 2000 രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസം പെൻഷൻ കൂട്ടിയതുപോലെ ഇനിയും പെൻഷൻ കൂടുകയാണ്. കഴിഞ്ഞ മാസം 400 രൂപ കൂടി 2000 രൂപയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിസംബർ മാസത്തിലെ പെൻഷൻ ഇപ്പോൾ എല്ലാ ആളുകൾക്കും ലഭിച്ചു. ഇനി അടുത്ത മാസം മുതൽ 500 രൂപ കൂടി 2500 രൂപയിലേക്ക് പെൻഷൻ എത്തിക്കാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ധാരണയായിട്ടുള്ളത്. എന്നായിരിക്കും ഈ ഒരു വർധനവ് ഉണ്ടായിരിക്കുക? പെൻഷൻ വർദ്ധിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളോ രാഷ്ട്രീയപരമായ കാര്യങ്ങളോ വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഡിസംബർ മാസത്തിൽ പെൻഷൻ ലഭിച്ച ആളുകൾ യെസ് എന്നും അല്ലാത്ത ആളുകൾ നോ എന്നും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഡിസംബർ മാസത്തിൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ലഭിച്ചത്? ചില ആളുകൾക്ക് 2000 രൂപ ലഭിച്ചിട്ടുണ്ട്. മറ്റു ചില ആളുകൾക്ക് 1700, 600 എന്നിവയും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഏതായാലും നമുക്കറിയാം, ഇതൊരു 1600 രൂപയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത്. പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായി തന്നെ അത് 400 രൂപ വർദ്ധിപ്പിച്ച് 2000 രൂപയാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. ഇനി അങ്ങോട്ട് നിയമസഭ ഇലക്ഷൻ്റെ കാലത്തേക്ക് കടക്കുകയാണ്. നമുക്കറിയാം 2026 തുടക്കത്തിലായിരിക്കും നിയമസഭാ ഇലക്ഷൻ നടക്കുക. ഇനി 3-4 മാസങ്ങൾക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനു മുന്നോടിയായി തന്നെ സർക്കാർ ആദ്യം പറഞ്ഞിരുന്ന, സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് പറഞ്ഞ കാര്യമായിരുന്നു പെൻഷൻ 2500 എത്തിക്കുമെന്നുള്ളത്. അതിലേക്കുള്ള നടപടികളുമായി സർക്കാർ വരികയാണ്. 2500 രൂപയായിരിക്കും ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു പെൻഷൻ വർധനവ് ലഭിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ആളുകളെ പെൻഷൻ നിന്ന് പുറത്താക്കാനും സാധ്യത കാണുന്നുണ്ട്. പെൻഷൻ്റെ മാനദണ്ഡങ്ങളിലടക്കം വലിയ കാര്യങ്ങളാണ് സർക്കാർ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ 2000 സ്ക്വയർ ഫീറ്റിന് മേലെ വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ നിലവിൽ സ്വന്തമായി വാഹനമുള്ള ആളുകൾ, വീട്ടിൽ AC മറ്റ് സൗകര്യമുള്ള ആളുകളെല്ലാം ഇപ്പോൾ പെൻഷൻ നിന്ന് പുറത്താണ്. ഇനിയും കർശനമായ നിർദ്ദേശങ്ങൾ കൊടുത്ത് ഒരു ഓഡിറ്റ് രൂപത്തിൽ ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നമുക്കറിയാം, പുതിയ ഭരണസമിതി ഇപ്പോൾ നിലവിൽ വന്ന് പഞ്ചായത്തിൽ ആ മെമ്പർമാരെ കൂടി ഉപയോഗപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി മാക്സിമം ആളുകളെ പെൻഷനിൽ നിന്നും ഒഴിവാക്കി പുതിയ ആളുകളെയും അതുപോലെ തന്നെ പെൻഷൻ വർധന നടത്താനാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. ഏതായാലും ജനുവരി 15-ാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഒരു വർധനവിൻ്റെ അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. നമുക്കറിയാം, ജനുവരി 15-നായിരിക്കും 2025-26 വർഷത്തെ സാമ്പത്തിക വർഷത്തെ തുടക്കത്തിലുള്ള ബജറ്റ് അവതരണം. ഈ ബജറ്റിലായിരിക്കും പെൻഷൻ വർധനയെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചും നിർദ്ദേശങ്ങളുണ്ടായിരിക്കുക. അന്ന് തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ലഭിക്കും. പുതിയ സർക്കാരിൻ്റെ സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ എന്നിങ്ങനെ പല കാര്യങ്ങളും ആ ഒരു ബജറ്റിൽ നമ്മളെ തേടിയെത്താൻ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള അറിയിപ്പുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കാനും അത് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ, സ്ക്രീൻഷോട്ട് വീഡിയോകൾ അടക്കം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ പുതിയ പെൻഷനും ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അർഹതയുണ്ടായിട്ടും ഇപ്പോഴും പെൻഷൻ അപേക്ഷിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക്, അതുപോലെ തന്നെ ഇങ്ങനെ പല കാര്യങ്ങൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പെൻഷൻ അപേക്ഷിക്കുക. അതുപോലെ തന്നെ നിലവിൽ മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡുകളുള്ള 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കും ഇപ്പോൾ പെൻഷൻ അപേക്ഷിക്കാൻ സാധിക്കും. അവർക്ക് മാസം 1000 രൂപയായിരിക്കും ലഭിക്കുക. അവരുടെ പെൻഷനും ഈ ഒരു ജനുവരി, ഫെബ്രുവരി മാസത്തിൽ തന്നെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അതല്ലെങ്കിൽ K-സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്കും ഈ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. സ്വന്തമായി തന്നെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് അതിൽ കൊടുക്കാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ ചെറിയ ചെറിയ ഇൻഫർമേഷൻ വീഡിയോകൾക്ക് വേണ്ടി